കല്യാണത്തിന് മുമ്പ് ഞാനും അഞ്ചൊക്കെ ഇടയ്ക്കൊക്കെ വന്നിരുന്നൊരു ഷോപ്പാണ് നമ്മളിപ്പോൾ തിരിച്ച് വീണ്ടും ഇതലിനെയും കൂട്ടി വന്നിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തത് ഒരു ചിക്കു ഷേക്കും അതുപോലെ തന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസും പിന്നെ ഒരു പ്ലേറ്റ് ഷവർമയും പിന്നെ നമുക്ക് കുറച്ച് അവിടുത്തെ സ്പെഷ്യലായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുള്ള ഒരു ഐറ്റം കേട്ടോ. എന്താണെന്നറിയോ? ചിക്കൻ പോപ്കോൺ. ഷോപ്പിൻ്റെ പേരൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ബേക്കറിയിൽ ഇത്രയും ഐറ്റംസ്, അതായത് ഫ്രൈഡ് ചിക്കനും അൽഫാമും അങ്ങനെയുള്ള ഇത്രയും വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഈ ഒരു ബേക്കറിയിൽ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ വരുന്ന സ്ഥിരം കസ്റ്റമേഴ്സിനെ അറിയാണ്ടായിരിക്കും. ഞാനും ഇതുപോലെ അഞ്ചുനെയും കൂട്ടി ആദ്യം വരുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഇങ്ങനെ ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ ഐറ്റംസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ ഒറ്റയ്ക്ക് വന്നിരുന്ന സ്പേസിൽ ഇപ്പോൾ ഇതലിനെയും കൂട്ടി വന്ന് അവളും ആ ഫുഡും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാതും അവൾക്ക് കുറേശ്ശെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഫുഡിൽ മാത്രം അഡിക്റ്റ് ആവരുത് കേട്ടോ. അതിനനുസരിച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഹെൽത്ത് എന്തായാലും ശ്രദ്ധിക്കണം. ഇതിൽ പിന്നെ ഇഷ്ടമുള്ളതെല്ലാം ചോദിച്ചു വാങ്ങി കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടമുള്ളത് മാത്രമേ അവൾ കഴിക്കുള്ളൂ, മറ്റേത് എന്തായാലും അവൾ കറക്റ്റായിട്ടുള്ള റെസ്പോൺസ് തരും. അങ്ങനെ നമ്മൾ വാങ്ങി ചിക്കൻ ഉണ്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഐറ്റംസ് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഓർഡർ ചെയ്തത് മോമോസാണ് കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഞാനും മോമോസ് കഴിക്കുന്നത്. നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ ചൂടോട് കൂടിയിട്ട് ഒരു പീസ് അഞ്ചിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടോ. അതിന് ശേഷം ഞാനും എടുത്തു. കുറച്ച് സോസ് കൂടി ഒഴിച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടോ. എനിക്ക് എന്തായാലും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ അടുത്ത ഐറ്റം നമ്മൾ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫ്രൂട്ട് സലാഡ് SP ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. അതും നമ്മളൊരു സൈഡിൽ നിന്ന് ടേസ്റ്റ് ചെയ്തു. അത് കണ്ടപ്പോൾ അത്ര നേരം ഒതുങ്ങിയിരുന്ന ഇതിൽ ചാടി പിടിച്ച് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാൻ തുടങ്ങിട്ടോ. അതിൽ ഐറ്റംസ് ഒക്കെ അവൾക്ക് ചിലതൊക്കെ ഇഷ്ടപ്പെടുന്നത്, ചിലത് അവൾ കഴിച്ചാൽ അപ്പം തന്നെ കണ്ടില്ല. അവളെ എക്സ്പ്രഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവും അവൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നിട്ടോ. പിന്നെ നമ്മളതങ്ങനെ തിരിച്ചു തരും. എന്തായാലും ഞാൻ അഞ്ചൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഫിനിഷ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണ കാര്യത്തിൽ ഇന്നും നമ്മൾ അഞ്ചിനെ തോൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അവസാനം വേണ്ടാന്ന് പറയുന്നവരെ നമ്മൾ അവൾക്ക് ഭക്ഷണം വാങ്ങി കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നേരത്ത് നമ്മുടെ ഫുഡെല്ലാം ഓർഡർ എടുത്ത ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുള്ളിയാണെങ്കിൽ എപ്പോഴും നല്ല ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പുള്ളിയുടെ ഒരു ചെറിയ കവറിങ് ഒക്കെ എടുത്തതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് വന്നപ്പോഴാണ് അഞ്ചു അടുത്തത് പറയുന്നത്, അടുത്തത് നീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിസ്സ കോർണർ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ സായ ബേക്കറിയിലും ഇത്ര ഐറ്റംസ് ഉണ്ടോന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകാറുള്ള ഈ ഒരു സായ ബേക്കറി നമ്മുടെ ഹോസ്പിറ്റൽ ജംഗ്ഷനിലുള്ള സായ ബേക്കറി ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ അടുത്ത വീട്ടിൽ കാണാം.